ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദ സി എ അനലിസ്റ്റിന്റെ മറ്റൊരു യൂട്യൂബ് കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഏതൊരു മത്സര പരീക്ഷയ്ക്കും ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു കണ്ടന്റ് ആണ് സാഹിത്യ പുരസ്കാരങ്ങൾ എന്ന് പറയുന്നൊരു വലിയൊരു സെഷനാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കംപ്ലീറ്റ് ചോദിക്കാൻ സാധ്യതയുള്ള കേരളത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും പ്രധാനപ്പെട്ട ലിറ്റററി ഓണേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യം പറഞ്ഞു പോകുന്നല്ലേ, ഇതിൻ്റെ നോട്ട്സും മറ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൻ്റെ പേര് ദ സി എ അനലിസ്റ്റ് തന്നെയാണ്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളതിൻ്റെ ചാനൽ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഒരു ചോദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 2023 സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹമായ രൗദ്ര സാത്വികത്തിന്റെ കർത്താവ് ആര് എന്നാണ് ചോദ്യം. ഒന്ന് ഓർത്ത് നോക്കിയേ, ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കിയേ. യെസ്, രൗദ്ര സാത്വികം പ്രഭാവർമ്മയാണല്ലേ, പ്രഭാവർമ്മ. ഒരു ചോദ്യം കൂടെ, 2024 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് ആര് എന്നാണ് ചോദ്യം. 2024 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് അത് മിഥുൻ ചക്രവർത്തിയാണ്. അങ്ങനെയെങ്കിൽ 2025 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാര്? 2025 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനാവുന്നത് ഈ സന്തോഷ് കുമാറാണെന്ന കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. അപ്പം നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമ്മുടെ കണ്ടന്റിനകത്തോട്ട് പോവാം. സാഹിത്യ പുരസ്കാരങ്ങൾ നമ്മൾ നോക്കാൻ പോവാണ്. ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എഴുത്തച്ഛൻ പുരസ്കാരം. നമുക്കറിയാം, കേരള സർക്കാർ നൽകുന്ന പരമോന്നതമായ സാഹിത്യ ബഹുമതിയാണ് ഈ പറയപ്പെടുന്ന എഴുത്തച്ഛൻ പുരസ്കാരം, അല്ലേ? അപ്പൊ കേരള സർക്കാർ നൽകുന്ന പരമോന്നതമായ സാഹിത്യ ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് ഈ പുരസ്കാരം എന്ത് ചെയ്തത്, നൽകി വരുന്നത്. അപ്പൊ സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് ഈ പുരസ്കാരം നൽകി വരുന്നത്. ഈ പുരസ്കാരം ഏത് വർഷം മുതലാണ് നൽകി തുടങ്ങിയത് ഏത് വർഷം മുതലാണ് എന്ന് ചോദിച്ചാൽ ഏത് വർഷം മുതലാ? 1993 മുതലാണ്. 1993 മുതലാണ് ഈ പറയുന്ന എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയത്. അതിന്റെ പ്രഥമ ജേതാവ് നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ശൂരനാട് കുഞ്ഞമ്പിള്ള. അതിന്റെ പ്രൈസ് മണി എത്ര, സമ്മാനത്തുക എത്രയാണെന്ന് ചോദിച്ചാൽ പറയണത് 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപയാണ് പ്രൈസ് മണി. ഇനി 2025 റീസെന്റ് വിന്നർ, 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് കെ ജി ശങ്കരപ്പിള്ളയാണ്. അങ്ങനെയെങ്കിൽ 2024 പുരസ്കാര ജേതാവ് എന്നറിയപ്പെടുന്നത് NS മാധവനും. 2024 NS മാധവനും, 2023 SK വസന്തനുമാണ്. അപ്പോൾ ഓർക്കുക, നിങ്ങൾ 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാര് എന്ന് ചോദിച്ച പറഞ്ഞമാരാണ്? അത് കെ ജി ശങ്കരപ്പിള്ളയും 2024 NS മാധവനും 2023 SK വസന്തനുമാണ്. ഇനി മുമ്പൊക്കെ നമ്മൾ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആര് എന്ന് മാത്രം പഠിച്ചു പോയാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അദ്ദേഹത്തിന് ലഭിച്ച പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളും പ്രധാനപ്പെട്ട കൃതികളും നമ്മൾ എന്ത് ചെയ്യണം, നോക്കി വെച്ചേക്കണം. ആ രീതിയിലൊക്കെ ഇപ്പോൾ ചോദ്യത്തിന്റെ പാറ്റേൺ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദ്യകർത്താവ് മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ഉയർത്തിയിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ പഠനം നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. നോക്കണേ നിങ്ങൾ, കെ ജി ശങ്കരപ്പിള്ള അദ്ദേഹത്തിന്റെ പ്രഥമ കൃതികളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 3 കൃതികളാണ്. കൊച്ചിയിലെ വൃക്ഷങ്ങൾ, ദെൻ സംവിധായക സങ്കല്പം, പിന്നൊന്ന് ബംഗാൾ. എൻ്റെ മനസ്സ് പറയുന്നു ഇതിനകത്ത് ചോദിക്കാൻ ചാൻസ് കൂടുതൽ ഈ ബംഗാൾ എന്ന് പറയപ്പെടുന്ന കൃതിയായിരിക്കും ചോദിക്കാൻ. ഞാനാണ് ചോദ്യകർത്താവെങ്കിൽ ഈ രീതിക്കായിരിക്കും എന്ത് ചെയ്യുക, ചോദ്യം ചോദിക്കുക. അപ്പൊ കൊച്ചിയിലെ വൃക്ഷങ്ങൾ, കെ ജി ശങ്കരപ്പിള്ളയുടെ പ്രധാനപ്പെട്ട കൃതികൾ: ഒന്ന് കൊച്ചിയിലെ വൃക്ഷങ്ങൾ, അതുപോലെ തന്നെ സംവിധായക സങ്കല്പം, അതുപോലെ തന്നെ ബംഗാൾ. ഇനി കെ ജി ശങ്കരപ്പിള്ള അടുത്ത 2 കൃതികൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിനാണെന്ന്. കെ ജി ശങ്കരപ്പിള്ളയുടെ കവിതകൾ 1969 മുതൽ 96 വരെ. അപ്പോൾ കെ ജി ശങ്കരപ്പിള്ളയുടെ കവിതകൾ 1969 മുതൽ 96 വരെ. KGS കവിതകൾ 1997 മുതൽ 2007 വരെ. ഇനി അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളിലേക്ക് വരാം. 1998 അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 98 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, 2002 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, 2009 ഓടക്കുഴൽ അവാർഡ്. അപ്പോൾ ഓർക്കുക,
2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ KG ശങ്കരപ്പിള്ളയ്ക്ക് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചപ്പോൾ ഏത് വർഷമാണ്? അത് 2009 അപ്പോൾ പുരസ്കാരങ്ങൾ 1998 അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും 2002 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും 2009 ഓടക്കുഴൽ അവാർഡും ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർത്ത് വെച്ചേക്കുക. KG ശങ്കരപ്പിള്ള നിങ്ങൾക്ക് അവിടെ കാണാം. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. വയലാർ അവാർഡ്. ആരാണ് ഈ പറയപ്പെടുന്ന വയലാർ പുരസ്കാരം പ്രഖ്യാപിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് ആണ്. അപ്പോൾ വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് ആണ്. വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് ആണ് വയലാർ അവാർഡ് പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ നൽകി തുടങ്ങുന്നത്. ഏത് വർഷം മുതലാണ് പുരസ്കാരം നൽകി തുടങ്ങിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1977 മുതൽ. ശരിയല്ലേ? 1977 മുതലാണ്. 1977 മുതലാണ് വയലാർ പുരസ്കാരം നൽകി തുടങ്ങിയത്. അതിന്റെ പ്രൈസ് മണി എത്ര രൂപയാണെന്ന് വെച്ചപ്പോൾ എത്ര രൂപയാ? 1 ലക്ഷം രൂപയാണ്. 1 lakh റുപ്പിയാണ് സമ്മാനത്തുക. അപ്പൊ പ്രൈസ് മണി എത്രയാന്ന് വെച്ചപ്പോൾ എത്രയാണ്? 1 ലക്ഷം രൂപയാണ് പ്രൈസ് മണി. അതിന്റെ പ്രഥമ ജേതാവ് എന്നറിയപ്പെടുന്നത് ലളിതാംബിക അന്തർജനമാണ്. പ്രഥമ ജേതാവ് ലളിതാംബിക അന്തർജനമാണ്. ഏത് കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചതെന്ന് വെച്ചപ്പോൾ ഏത് കൃതിക്കാ? അഗ്നിസാക്ഷി എന്ന് പറയപ്പെടുന്ന കൃതിക്കാണ്. അപ്പോൾ അഗ്നിസാക്ഷി എന്ന് പറയുന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി, വയലാർ അവാർഡ് നൽകുന്നത് വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് ആണ്. നൽകി തുടങ്ങിയ വർഷം 1977 മുതൽ. പ്രൈസ് മണി 1 ലക്ഷം രൂപയാണ്. പ്രഥമ ജേതാവ് ലളിതാംബിക അന്തർജനമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം കൃതി അഗ്നിസാക്ഷി എന്ന കൃതിക്ക്. അങ്ങനെയെങ്കിൽ അടുത്ത പോയിന്റ്, 2025 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2025 49ാമത് വയലാർ പുരസ്കാര ജേതാവാര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് E സന്തോഷ് കുമാറാണ്. അപ്പൊ 2025 49ാമത് വയലാർ പുരസ്കാര ജേതാവാര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് E സന്തോഷ് കുമാറാണ്. കൃതിയുടെ പേര് തപോമയുടെ അച്ഛൻ. അപ്പോൾ E സന്തോഷ് കുമാർ, കൃതിയുടെ പേര് തപോമയുടെ അച്ഛൻ എന്ന കൃതിക്ക്. അപ്പൊ തപോമയുടെ അച്ഛൻ എന്ന കൃതിക്ക് 2025 49ാമത് വയലാർ പുരസ്കാരം നേടുന്നു E സന്തോഷ് കുമാർ. അങ്ങനെയെങ്കിൽ 2024 48ാമത് വയലാർ പുരസ്കാര ജേതാവാര്? 2024 48ാമത് വയലാർ പുരസ്കാര ജേതാവ് അത് അശോകൻ ചരുവിലാണ്. അശോകൻ ചരുവിലാണ്. കൃതിയുടെ പേര് കാട്ടൂർ കടവ് എന്ന കൃതിക്കാണ്. അപ്പൊ 2024 48ാമത് വയലാർ പുരസ്കാര ജേതാവ് നേടുന്നത് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് അശോകൻ ചരുവിലാണ്. അശോകൻ ചരുവിലാണ്. കൃതിയുടെ പേര് കാട്ടൂർ കടവ്. കാട്ടൂർ കടവ് എന്ന് പറയുന്ന കൃതിക്കാണ് പുരസ്കാരം. അങ്ങനെയെങ്കിൽ 2023 ചോദിക്കാൻ ചാൻസ് കുറവാ, ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. 2023 47ാമത് വയലാർ പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. കൃതിയുടെ പേര് ജീവിതം ഒരു പെൻഡുലം. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ് അല്ലെങ്കിൽ ആത്മകഥയാണ്. ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയുടെ പേരാണ് ജീവിതം ഒരു പെൻഡുലം. അപ്പൊ 2023 47ാമത് വയലാർ പുരസ്കാരം നേടുന്നത് ശ്രീകുമാരൻ തമ്പി. ശ്രീകുമാരൻ തമ്പി. കൃതിയുടെ പേര് ജീവിതം ഒരു പെൻഡുലം. ജീവിതം ഒരു പെൻഡുലം എന്ന് പറയപ്പെടുന്ന കൃതിക്കാണെന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർത്തു വച്ചേക്കുക. അപ്പോൾ വയലാർ പുരസ്കാരം പഠിച്ചു. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. യെസ്, കേൾക്കണേ നിങ്ങൾ. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2025 ലേറ്റസ്റ്റ് ഇക്കഴിഞ്ഞ മാർച്ച് മാസം 18ാം തീയതിയാണ്. മാർച്ച് മാസം 18ാം തീയതിയാണ് പുരസ്കാരം കൊടുക്കുന്നത്. മേതിൽ രാധാകൃഷ്ണൻ. അപ്പൊ 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവാര്? 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടുന്നത് മേതിൽ രാധാകൃഷ്ണനാണ്. മേതിൽ രാധാകൃഷ്ണനാണ്. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടുന്നു മേതിൽ രാധാകൃഷ്ണൻ. 2024 ആണെങ്കിൽ അത് സാറ ജോസഫാണ്. 2023 സക്കറിയ. ഫോക്കസ് ചെയ്യേണ്ടത് 25ഉം 24ഉം. അപ്പൊ 2025 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടുന്നത് മേതിൽ രാധാകൃഷ്ണൻ. 2024 സാറ ജോസഫ്. 2023 സക്കറിയാണ്. അങ്ങനെയെങ്കിൽ ONV സാഹിത്യ പുരസ്കാരം. ONV സാഹിത്യ പുരസ്കാരം 2025 പുരസ്കാരത്തിന് അർഹനാവുന്നത് പ്രഭാവർമ്മയാണ്. 2024 പ്രതിഭ റേയാണ്. 2023 C രാധാകൃഷ്ണൻ. ഇവിടെയും നിങ്ങൾ ONV സാഹിത്യ പുരസ്കാരം പഠിക്കുമ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് 2025ഉം 24ഉമാണ്. അപ്പൊ 2025 പ്രഭാവർമ്മയും 2024 പ്രതിഭ റേയുമാണ്. അപ്പോൾ പ്രഭാവർമ്മയും പ്രതിഭ റേയുമാണെന്ന കാര്യം എന്ത് ചെയ്യുക? ഓർക്കുക. ONV സാഹിത്യ പുരസ്കാരം. അടുത്ത പോയിന്റിലേക്ക് വരാം. ഹരിവരാസനം പുരസ്കാരം. നമുക്കറിയാം ഹരിവരാസനം പുരസ്കാരം കേരള സർക്കാരും അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്.
അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ കേരള സർക്കാരും സംയുക്തമായി നൽകുന്ന പുരസ്കാരമാണ് ഹരിവരാസനം പുരസ്കാരം. 2012 മുതലാണ് ഈ പുരസ്കാരം നൽകി തുടങ്ങുന്നത്. പ്രഥമ ജേതാവ്, ഫസ്റ്റ് വിന്നർ ആര് എന്ന് ചോദിച്ചപ്പോൾ അത് ഗാനഗന്ധർവൻ KJ യേശുദാസ് ആണ്. KJ യേശുദാസിനാണ് ആദ്യം എന്ത് ലഭിക്കുന്നത്? ഹരിവരാസനം പുരസ്കാരം നേടുന്നത്. അപ്പോൾ 2012 പുരസ്കാരം പ്രഖ്യാപിക്കുന്നു. 2025 ജേതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. അപ്പൊ 2025 ഹരിവരാസനം പുരസ്കാര ജേതാവാര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. 2024 ഹരിവരാസനം പുരസ്കാര ജേതാവ് വീരമണിദാസനും 2023 ശ്രീകുമാരൻ തമ്പിയും. അപ്പോൾ 2025 ഓർക്കുക കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, 2024 വീരമണിദാസൻ, 2023 ശ്രീകുമാരൻ തമ്പിയാണെന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർത്ത് വച്ചേക്കുക. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. ജ്ഞാനപീഠ പുരസ്കാരം ഇപ്പൊ റീസെന്റ് ആയിട്ട് പ്രഖ്യാപിച്ചു 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം അല്ലേ. അപ്പൊ 2025 ഏറ്റവും ഒടുവിലായിട്ട് പ്രഖ്യാപിച്ചത് 60ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ്. ആ 60ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് കവി പേരരസ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. തമിഴ് കവിയും സിനിമ പാട്ടുകാരനായിട്ടുള്ള സിനിമകൾക്കെല്ലാം ഗാനങ്ങളൊക്കെ രചിക്കുന്ന വൈരമുത്തു, കവി പേരരസ് എന്നാണ് അയാൾ അറിയപ്പെടുന്നത്. അദ്ദേഹം അറിയപ്പെടുന്നത് കവി പേരരസ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പൊ കവി പേരരസ്, വൈരമുത്ത്, ഭാഷ തമിഴ് ഭാഷ. അപ്പൊ തമിഴ് ഭാഷയ്ക്ക് വൈരമുത്ത് 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനാവുന്നു. വൈരമുത്ത്, തമിഴാണ് ഭാഷ. 2025 എത്രാമതാ? 60ാമത്. അങ്ങനെയെങ്കിൽ 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് വിനോദ് കുമാർ ശുക്ലയാണ്. ഭാഷ ഹിന്ദി ഭാഷയ്ക്ക്. അപ്പോൾ 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് വിനോദ് കുമാർ ശുക്ല, ഭാഷ ഹിന്ദി ഭാഷയ്ക്ക്. അങ്ങനെയെങ്കിൽ 2023 58 ചോദിക്കാൻ ചാൻസ് കുറവാ. ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക, 2 പേർക്കാണ്. ഒന്ന് റാം ഭദ്രാചാര്യ, ഭാഷ സംസ്കൃതമാണ്, സംസ്കൃത ഭാഷയ്ക്ക് റാം ഭദ്രാചാര്യയും, പിന്നെ ഗുൽസാർ ഉറുദു ഭാഷയിൽ ഗുൽസാർ. അപ്പൊ 2025 ചോദിക്കാൻ ചാൻസ് കൂടുതൽ. 2025 60ാമത് ആരാണ്? വൈരമുത്തുവാണ്. 2024 59 വിനോദ് കുമാർ ശുക്ല, 2023 58ാമത് റാം ഭദ്രാചാര്യയും ഗുൽസാറുമാണ്. റാം ഭദ്രാചാര്യ സംസ്കൃതവും, ഗുൽസാർ ഉറുദു ഭാഷയ്ക്കും. അടുത്തിലോട്ട് വരുന്നു സരസ്വതി സമ്മാൻ. 2025 റീസെന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു. റാം കുമാർ മുഖോപാധ്യായ് കഴിഞ്ഞ മാർച്ച് മാസമാണ് ഡിക്ലെയർ ചെയ്യുന്നത്. 2025 സരസ്വതി സമ്മാൻ ജേതാവ് റാം കുമാർ മുഖോപാധ്യായ. കൃതിയുടെ പേര് ഹരപർവതി കഥ എന്ന് പറയുന്ന ഒരു ബംഗാളി നോവലാണ് ഈ പറയപ്പെടുന്ന ഹരപർവതി കഥ എന്ന് പറയുന്നത്. അപ്പോൾ സരസ്വതി സമ്മാൻ 2025 റാം കുമാർ മുഖോപാധ്യായ. റാം കുമാർ എന്ന് പഠിക്കാം. റാം കുമാർ മുഖോപാധ്യായ കൃതി ഹരപർവതി കഥ എന്ന ബംഗാളി നോവലാണ്. ഇനി 2024 ഭദ്രേഷ് ദാസ് സ്വാമി, കൃതി സ്വാമി നാരായണ സിദ്ധാന്ത സുധ. കൃതിയുടെ പേര് സ്വാമി നാരായണ സിദ്ധാന്ത സുധ എന്നാണ് കൃതിയുടെ പേര്. അപ്പൊ 2025 റാംകുമാർ മുഖോപാധ്യായ കൃതി ഹരപർവതി കഥയും, 2024 ഭദ്രേഷ് ദാസ് സ്വാമി കൃതി സ്വാമി നാരായണ സിദ്ധാന്ത സുധ എന്നുമാണ്. ഇനി 2023 പ്രഭാവർമ്മയാണ്, കൃതിയുടെ പേര് രൗദ്ര സാത്വികം. അപ്പോൾ 2023 പ്രഭാവർമ്മ, കൃതിയുടെ പേര് രൗദ്ര സാത്വികം എന്നാണ് കൃതിയുടെ പേര്. അടുത്ത പോയിന്റിലേക്ക് വരാം. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ് ഈ പറയപ്പെടുന്ന കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം എന്ന് പറയുന്നത്. നോക്കണേ, ഒരൊറ്റ സ്ലൈഡ്. ഇതിനകത്ത് സ്ഥിരം ചോദിക്കുന്ന ഏരിയകൾ ഞാനൊന്ന് മെൻഷൻ ചെയ്യാം. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡിലെ കവിത സ്ഥിരം ചോദിക്കാറുണ്ട്, നോവൽ ചോദിക്കാറുണ്ട്, ചെറുകഥ ചോദിക്കാറുണ്ട്, പിന്നെ ആത്മകഥ ചോദിക്കാറുണ്ട്, യാത്രാ വിവരണം ചോദിക്കാറുണ്ട്, പിന്നെ ഹാസ്യ സാഹിത്യം ചോദിക്കാറുണ്ട്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഫോക്കസ് ചെയ്യേണ്ടത് ഇതാണ്. കൂടുതൽ ചോദിക്കുന്നതിനെ ഫോക്കസ് ചെയ്യുക, മറ്റുള്ളവർ പഠിക്കേണ്ടെന്നല്ല, ഫോക്കസ് കൂടുതൽ കൊടുക്കുക. ഈ കവിത ആർക്കാണ്? 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡിൽ മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം നേടുന്നത് അനിത തമ്പി. അപ്പം ഇങ്ങനെ പഠിക്കാം, കവിത അനിത എന്ന് പഠിക്കാം. കവിത അനിത എന്ന് പഠിക്കാം. എനിക്ക് തോന്നുന്നു അനിത അടുക്കളയിൽ നിന്നിട്ടാണ് തോന്നുന്നത് എഴുതിയത്.
കാരണം അതിൻ്റെ പേര് അതിനോടനുബന്ധിച്ച പേരാണ്. എന്താണ്? മുരിങ്ങ വാഴ കറിവേപ്പ്. മുരിങ്ങ വാഴ കറിവേപ്പ്. അടുക്കളയിൽ നിന്നിട്ടാണ് ഈ പറയുന്ന കവിത എഴുതിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പേര് പോലെ തന്നെ മുരിങ്ങ വാഴ കറിവേപ്പ്. അപ്പൊ കവിത അനിത എന്ന് പഠിക്കാം. ഇനി നോവൽ ആണോ അല്ല ആനോ. ആനോയാണ്, നമ്മൾ ആണോ എന്ന് പഠിക്കുന്നു. അപ്പൊ നോവൽ കൃതി ആനോ. ആരുടെ ആനോ? GR ഇന്ദുഗോപന്റെ ആണോ. അപ്പൊ ഇങ്ങനെ പഠിക്കാം, നോവൽ GR ഇന്ദുഗോപന്റെ ആണോ എന്ന് പഠിക്കാം. അപ്പൊ ഇന്ദുഗോപന്റെ ആണോ എന്ന് പഠിക്കാം. നോവൽ ഇന്ദുഗോപൻ തന്നെയാണോ രചിച്ചത്? ആണോ അല്ല ആനോയാണ്. അപ്പോൾ നോവൽ ആനോ എന്ന് പഠിക്കാം, GR ഇന്ദുഗോപൻ. ഇനി ചെറുകഥ ഷിനിലാലാണ് കേട്ടോ. അപ്പൊ ചെറുകഥ ഷിനിലാൽ അല്ല മിനിലാൽ. ചെറുകഥയിലെ ചെറിയത് മിനി അല്ല ഷിനിയാണെന്ന് ഓർക്കാം. അപ്പൊ ഷിനിലാൽ കിട്ടും. അപ്പൊ ചെറുകഥ മീൻസ് ഷോർട്ട് സ്റ്റോറി. ചെറുതാണേ, അപ്പം ലാർജ് അല്ല മിനിയാണ്, മിനി അല്ല ഷിനിയാണ്. അപ്പൊ ഷിനിലാൽ, വി ഷിനിലാൽ. ചെറുകഥ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര. അപ്പോൾ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര. അടുത്തത് ആത്മകഥ നോക്കിയേ. ആത്മകഥ ഞാൻ എന്ന ഭാവം. ഓക്കെ, ആത്മകഥ ഞാൻ എന്ന ഭാവം. ആർക്കാണ് ഈ ഞാൻ എന്ന ഭാവം ഉള്ളത്? ഡോക്ടർ കെ രാജശേഖരൻ നായരുടെ ഞാൻ എന്ന ഭാവം എന്ന ആത്മകഥ ആക്കാണ്, അല്ലെങ്കിൽ ആത്മകഥ അല്ലെങ്കിൽ ജീവചരിത്രത്തിനാണ് എന്ത് ലഭിക്കുന്നത്? പുരസ്കാരം ലഭിക്കുന്നത്. അപ്പൊ കൃതി ഞാൻ എന്ന ഭാവം ഡോക്ടർ കെ രാജശേഖരൻ നായർ. ഇനി യാത്രാവിവരണം കൃതിയുടെ പേര് ആരോഹണം ഹിമാലയം ബൈ അജയൻ. KR അജയന്റെ ആരോഹണം ഹിമാലയം എന്ന യാത്രാവിവരണത്തിന് ഇങ്ങനെ ഓർക്കണേ, അജയന്റെ ഹിമാലയൻ യാത്ര എന്ന് ഓർത്താൽ മതി. അജയന്റെ ഹിമാലയൻ യാത്ര എന്ന് പഠിക്കുക. അപ്പൊ അജയൻ, KR അജയൻ, ഹിമാലയത്തിലേക്ക് യാത്ര തിരിക്കണം. അപ്പൊ യാത്രാവിവരണം ഹിമാലയം, ആരോഹണം ഹിമാലയം. അപ്പൊ അജയന്റെ ഹിമാലയൻ യാത്ര എന്ന് ഓർത്താൽ മതി, അജയന്റെ ഹിമാലയൻ യാത്ര. ഇനി ഹാസ്യ സാഹിത്യം, കേരളത്തിന്റെ മൈതാത്മകത വറുത്തര ചരിത്രത്തിലൂടെ നിരഞ്ജൻ. ഈ നിരഞ്ജൻ എന്ന് പറയുന്ന ക്യാരക്ടർ നമുക്കറിയാം. ഈ നിരഞ്ജൻ എന്ന് പറയുന്ന ആരാ? ഈ നിരഞ്ജൻ എന്ന് പറയുന്ന മനുഷ്യൻ, നിങ്ങൾ ആ സമ്മർ ഇൻ ബത്ലഹേം സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലേ, സമ്മർ ഇൻ ബത്ലഹേം സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ മോഹൻലാലിന്റെ ആ ക്യാരക്ടറിന്റെ പേരാണ് നിരഞ്ജൻ എന്ന് പറയുന്നത്. അപ്പോൾ പടം കണ്ടവർക്കറിയാം, മഞ്ജു വാര്യറും സുരേഷ് ഗോപിയും കൂടെ നിരഞ്ജനെ കാണാൻ വേണ്ടിയിട്ട് എവിടെ പോവും? ആ ജയിലിൽ പോയിട്ട് ശരിക്കും മഞ്ജു വാര്യരുടെ ഉദ്ദേശം താലി ആരെ ചാർത്തുക എന്നുള്ളതാണ്. മോഹൻലാലിന് ചാർത്താൻ വേണ്ടിയാണ് പോകുന്നത്. അവിടെ എത്തിയപ്പോൾ മോഹൻലാൽ അതിനെ തടയുന്നു. എന്നിട്ട് പറയാണ്, ആരോട് കെട്ടാൻ പറയുന്നു? സുരേഷ് ഗോപിയോട് കെട്ടാൻ പറയാണ്. അപ്പം നമ്മളതിൻ്റെ തമാശ ഹാസ്യസാഹിത്യമാണ്. ഇങ്ങനെ ഓർക്കാണ്, മോഹൻലാൽ പറയാണ്, പെണ്ണെ കെട്ടണമെങ്കിൽ കെട്ടിക്കോ, കാരണം എനിക്ക് അപ്പുറത്തോട്ട് മൈദ അടിക്കാനുള്ളതാണ്, പൊറോട്ടയ്ക്ക് മൈദ അടിക്കാനുള്ളത്, വേണമെങ്കിൽ എന്ത് ചെയ്ത് കെട്ടണമെങ്കിൽ കെട്ടിക്കോ എന്ന് മോഹൻലാൽ ആരോട് പറഞ്ഞു? ആ സുരേഷ് ഗോപിയോട് പറഞ്ഞു എന്ന് ഓർക്കുക. അപ്പം നിരഞ്ജൻ പറയാണ്, എനിക്ക് മൈദ അടിക്കാൻ പോകണം, അതുകൊണ്ട് കെട്ടുന്നെങ്കിൽ നീ കെട്ടിക്കോ പെണ്ണെ എന്ന് പറയാണ്. ആരോട്? മഞ്ജു വാര്യരോട്. അപ്പം ഇങ്ങനെ ഓർക്കുക. അപ്പം ഹാസ്യ സാഹിത്യമാണ്, നിരഞ്ജനാണ്. എന്താ കൃതിയുടെ പേര്? മൈതാത്മകത. കേരളത്തിൻ്റെ മൈതാത്മകത വറുത്തരച്ച ചരിത്രത്തോടൊപ്പം എന്ന് ഓർക്കുക. അപ്പം നിങ്ങൾ ഓർക്കേണ്ടത് ഇങ്ങനെയാണ്, നിരഞ്ജന് മൈദ അടയ്ക്കാൻ പോകണം എന്ന് ഓർക്കുക. നിരഞ്ജന് മൈദ അടയ്ക്കാം, പൊറോട്ടയ്ക്ക് മൈദ അടയ്ക്കാനായിട്ട് പോണം. എന്ത് ചെയ്യുക? ഒന്ന് തമാശയ്ക്ക് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഹാസ്യ സാഹിത്യം നിരഞ്ജൻ എന്നെന്ത് ചെയ്യുക? ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്തത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു, നാടകം ശശിധരൻ നടുവിലാണ്. അദ്ദേഹം നടുവിലോ സൈഡിലോ ഒക്കെ നിന്നോട്ടെ, പക്ഷെ അദ്ദേഹത്തിനാണ് നാടകത്തിനുള്ള പുരസ്കാരം. അപ്പം നാടകം ശശിധരൻ നടുവിലാണ്. കൃതിയുടെ പേര് പിത്തള ശലഭം എന്നാണ് കൃതിയുടെ പേര്. ഇനി വിവർത്തനം ചിഞ്ചു പ്രകാശ്. വിവർത്തനം ചിഞ്ചു പ്രകാശാണ്. കൃതിയുടെ പേര് എൻ്റെ രാജ്യം എൻ്റെ ശരീരം എന്ന കൃതിക്കാണ് പുരസ്കാരം. ഇനി അടുത്ത സാഹിത്യ വിമർശനം. ആരെങ്കിലൊക്കെ കൃതി എഴുതി വെക്കും, ഇവർ പോയി എന്ത് ചെയ്യുന്നു? വിമർശിക്കുന്നു. സാഹിത്യ വിമർശനം ദിലീപൻ. ഓക്കെ, സാഹിത്യ വിമർശനം ദിലീപനാണ്. എൻ്റെ അനിയൻ്റെ പേരാണ് ദിലീപ്. ഓക്കെ, എൻ്റെ അനിയൻ്റെ പേരാണ് ദിലീപ്. അവനെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ വിമർശിക്കണം. അതാണ് അവൻ്റെ. ഒന്നും അറിയൂടെങ്കിൽ അവൻ എന്താണ്? ഭയങ്കര വിമർശനത്തിന് ഉസ്താദാ. ഒരു കാര്യം അറിയത്തില്ല, പക്ഷേ എല്ലാത്തിനും വിമർശിക്കാൻ അവൻ മിടുക്കനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾ അങ്ങനെ ഉണ്ടാവും അല്ലേ? ഒരു ഗുണം ഉണ്ടാവത്തില്ല, പക്ഷേ എന്ത് ചെയ്യും? മൊട്ട നാട്ടുകാരെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിമർശിച്ച് നടക്കുന്ന ചില ആൾക്കാരുണ്ടാവും. തമാശയ്ക്ക് പറഞ്ഞാണ്, എനിക്ക് ഭയങ്കര സപ്പോർട്ടീവാണ് അനിയൻ. അപ്പോൾ ദിലീപ് എന്നാണ് പേര് അവൻ്റെ. അപ്പോൾ ദിലീപൻ വിമർശനമാണ്, സാഹിത്യ വിമർശനം. കൃതി രാമായണത്തിൻ്റെ ചരിത്ര സഞ്ചാരം ദിലീപനാണ് സാഹിത്യ വിമർശനം. ഇനി വൈജ്ഞാനിക സാഹിത്യം കൃതി നിർമ്മിത ബുദ്ധികാലത്തെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതം. ദീപക് പി ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്.
ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി സമഗ്ര സംഭാവനകൾ പുരസ്കാരം നേടിയത് ആരെന്നൊന്നും പഠിക്കൊന്നും വേണ്ട. വിശിഷ്ടങ്ങാത്തൊന്നും അങ്ങനെ എന്ത് ചെയ്യത്തില്ല, ചോദിക്കത്തൊന്നും ഇല്ല. ഇനി ബാലസാഹിത്യം EN ഷീജയാണ്. കൃതി അമ്മ മണമുള്ള കനിവുകൾ. അമ്മ മണമുള്ള കനിവുകൾ. അപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് കവിത ഫോക്കസ് ചെയ്യുക, നോവൽ ഫോക്കസ് ചെയ്യുക, ചെറുകഥ ഫോക്കസ് ചെയ്യുക, ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ ഫോക്കസ് ചെയ്യുക, യാത്രാ വിവരണം ഫോക്കസ് ചെയ്യുക, ഹാസ്യസാഹിത്യം. 6 കാറ്റഗറി എന്ത് ചെയ്യുക, മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക. അത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അടുത്തതിലോട്ട് പോവാം. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളികൾ ആരൊക്കെയാണ്? അപ്പോൾ 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളികൾ നോക്കണേ. റീസെന്റ് ആയിട്ട് കഴിഞ്ഞ മാർച്ച് മാസം ഡിക്ലെയർ ചെയ്തേ 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി N പ്രഭാകരൻ. കൃതിയുടെ പേര് മായാ മനുഷ്യർ എന്ന നോവലിനാണ്. അപ്പൊ 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് N പ്രഭാകരനാണ്. N പ്രഭാകരൻ. നോവലിന്റെ പേര് മായാ മനുഷ്യർ എന്നാണ്. അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോണേ. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി N പ്രഭാകരൻ. നോവലിന്റെ പേര് മായാ മനുഷ്യർ എന്നാണ്. N പ്രഭാകരൻ. നോവലിന്റെ പേര് മായാ മനുഷ്യർ എന്നാണ്. അങ്ങനെയെങ്കിൽ യുവാ പുരസ്കാരം നിങ്ങൾ ഓർക്കേണ്ടത്, ഇത് മാർച്ച് മാസമാണ് ഡിക്ലെയർ ചെയ്യുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. ഇത് രണ്ടും ഡിക്ലെയർ ചെയ്തത് കഴിഞ്ഞ ജൂൺ മാസമാണ് ഡിക്ലെയർ ചെയ്യുന്നത്. 2025 ജൂൺ മാസം. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവാ പുരസ്കാരം നേടിയത് അഖിൽ P ധർമ്മജൻ. കൃതി റാം കെയർ ഓഫ് ആനന്ദി. ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലിംഗ് സ്ക്രിപ്റ്റ് ആണ്. അടുത്തിടെ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട, ചർച്ച ചെയ്യപ്പെട്ട ഒരു കൃതിയാണ്. കേരള PSC ചോദിച്ചിട്ടുണ്ട്, ആരാണ് റാം കെയർ ഓഫ് ആനന്ദിയുടെ രചയിതാവ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? അഖിൽ P ധർമ്മജൻ. കൃതി റാം കെയർ ഓഫ് ആനന്ദി. അപ്പൊ 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവാ പുരസ്കാരം നേടിയ മലയാളി ആര് എന്ന് ചോദിച്ചവന്മാരാണ്? അത് അഖിൽ P ധർമ്മജനാണ്. കൃതിയുടെ പേര് റാം കെയർ ഓഫ് ആനന്ദി. റാം കെയർ ഓഫ് ആനന്ദി. അങ്ങനെയെങ്കിൽ ബാലസാഹിത്യ പുരസ്കാരം 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം നേടുന്നത് ശ്രീജിത്ത് മൂത്തേടമാണ്. കൃതിയുടെ പേര് പെൻഗിനുകളുടെ വൻകരയിൽ. അപ്പോൾ ബാലസാഹിത്യ പുരസ്കാരം 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം നേടുന്നു ശ്രീജിത്ത് മൂത്തേടം. കൃതിയുടെ പേര് പെൻഗിനുകളുടെ വൻകരയിൽ എന്നാണ്. ഇനി ഇതാ നമ്മുടെ N പ്രഭാകരന്റെ മായാ മനുഷ്യരുണ്ട്, റാം കെയർ ഓഫ് ആനന്ദി അഖിൽ P ധർമ്മജൻ, ദെൻ പെൻഗിനുകളുടെ വൻകരയിൽ ശ്രീജിത്ത് മൂത്തേടത്ത്. ബാലസാഹിത്യം ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട 2 അവാർഡ്. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. എന്താണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം? എന്താണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം? ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ പരമോന്നതമായ പുരസ്കാരമാണ് അല്ലേ? ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ പരമോന്നതമായ പുരസ്കാരമാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. നമുക്ക് എല്ലാവർക്കും അറിയാം. പുരസ്കാരം നൽകി തുടങ്ങിയത് 1969 മുതലാണ്. പ്രഥമ ജേതാവ് ദേവിക റാണി ചൗധരിയാണ്. അപ്പോൾ പ്രഥമ ജേതാവ് ദേവിക റാണി ചൗധരിയാണ്. പ്രൈസ് മണി എത്ര എന്ന് വെച്ചാൽ പറഞ്ഞാൽ എത്രയാണ്? 15 ലക്ഷം രൂപയാണ് പ്രൈസ് മണി. 50ാമത്തെ ജേതാവ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 50ാമത്തെ ജേതാവ് അമിതാഭ് ബച്ചനും 2024 ജേതാവ് മിഥുൻ ചക്രവർത്തി. ഇതാണ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത്. ഇനി 55ാമത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ. അപ്പൊ 50ാമത് ഓർത്ത് വെച്ചേക്കുക, അമിതാഭ് ബച്ചൻ, ദ ബിഗ് ബി ഓഫ് ഇന്ത്യൻ സിനിമ. അമിതാഭ് ബച്ചനാണ് 50ാമത് ജേതാവ്. 54 ആണെങ്കിൽ അത് മിഥുൻ ചക്രവർത്തി. ദെൻ 55ാമത് ജേതാവ് 2023 55ാമത് ജേതാവ് നമ്മുടെ സ്വന്തം ലാലേട്ടനാണ്. ഈ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി അല്ലേ? ദാദാ സാഹിബ് ഫാൽക്കെ. ഇന്ത്യൻ സിനിമാ മേഖലയിലെ പരമോന്നതമായ പുരസ്കാരമായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് നമ്മുടെ ലാലേട്ടൻ എന്ന് പറയുന്നത്. ഈ പുരസ്കാരം നേടുന്ന 2ാമത്തെ മലയാളി. ആദ്യ മലയാളിയെ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് അടൂർ ഗോപാലകൃഷ്ണനാണ് 2004. അപ്പൊ ആദ്യ മലയാളി ജേതാവ് എന്നറിയപ്പെടുന്നത് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ. ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വർഷം 2004. അപ്പൊ പുരസ്കാരം നേടുന്ന 2ാമത്തെ മലയാളിയാണ് ശ്രീ ലാലേട്ടൻ. ക്ലിയർ ആണ്. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. JC ഡാനിയൽ പുരസ്കാരം. ദ ലാസ്റ്റ് മൊമെന്റ് ആണത്. JC ഡാനിയൽ പുരസ്കാരം മലയാള സിനിമാ മേഖലയിലെ പരമോന്നതമായ പുരസ്കാരമാണ് JC ഡാനിയൽ പുരസ്കാരം അല്ലേ? അപ്പൊ മലയാള സിനിമാ മേഖലയിലെ പരമോന്നതമായ പുരസ്കാരമാണ് JC ഡാനിയൽ പുരസ്കാരം. നൽകി തുടങ്ങിയ വർഷം 1992 മുതലാണ്. അതിന്റെ പ്രൈസ് മണി 5 ലക്ഷം രൂപ. പ്രഥമ ജേതാവ് TE വാസുദേവനാണ്. ഇനി 2024 ഏറ്റവും ലേറ്റസ്റ്റ് 2024 ജേതാവ്
ശാരദ. 2024 ജേതാവ് ശാരദയും 2023 ജേതാവ് ഷാജി എൻ കരുണുമാണ്. ഇദ്ദേഹമാണ് ഷാജി എൻ കരുൺ. 2022 വേണമെന്നില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. TV ചന്ദ്രൻ. അപ്പൊ 2022 TV ചന്ദ്രൻ, 2023 ഷാജി എൻ കരുൺ, 2024 ശാരദയാണ്. യെസ്, കണ്ടോ, ശാരദാമ്മയ്ക്ക് JC ഡാനിയൽ പുരസ്കാരം ഇക്കഴിഞ്ഞ 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഏറ്റുവാങ്ങുന്ന അതേ സമയത്താണ് ലഭിക്കുന്നത്. അവിടെ മമ്മൂക്കയെ കാണാം, സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനെ കാണാം, റസൂൽ പൂക്കുട്ടിയെ കാണാം, നമ്മുടെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ടുള്ള റസൂൽ പൂക്കുട്ടിയെ കാണാം, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാം, പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയെയും കളക്ടർ ദിവ്യ സേകറിനെയും പിന്നെ ശാരദാമ്മയെ നിങ്ങൾക്ക് അവിടെ കാണാം. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് സാഹിത്യ പുരസ്കാരങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. കംപ്ലീറ്റ് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ സാഹിത്യ പുരസ്കാരവും ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ ഉപകാരപ്രദമായു എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യുക, ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. മറ്റൊരു നല്ലൊരു സെഷനുമായിട്ട് കണ്ടുമുട്ടും വരയ്ക്കും താങ്ക് യു വെരി മച്ച്.